പഠിക്കാൻ പോകുന്നത് ന്യൂറോണിന്റെ സ്ട്രക്ചർ ആണ്. എന്താണ് ന്യൂറോൺ? ന്യൂറോൺ എന്ന് പറയുന്നത് ഹ്യൂമൻ നെർവസ് സിസ്റ്റത്തിന്റെ ബിൽഡിംഗ് ബ്ലോക്സിനെയാണ് നമ്മൾ ന്യൂറോൺ എന്ന് പറയുന്നത്. അഥവാ ന്യൂറോണിന്റെ വേറൊരു പേരാണ് നെർവസ് സെൽ. എന്താണ് ന്യൂറോണിന്റെ ഫംഗ്ഷൻ? ഫംഗ്ഷനിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ സറൗണ്ടിങ്സിലുള്ള സ്റ്റിമുലസിനെയൊക്കെ റിസീവ് ചെയ്യാനും അതിനനുസരിച്ചുള്ള മെസ്സേജസ് ജനറേറ്റ് ചെയ്യാനും ആ മെസ്സേജസിനെ നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ന്യൂറോണിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഡയറക്റ്റ് സ്ട്രക്ചറിലേക്ക് വരാണ്. ഇതാണ് നമ്മുടെ സ്ട്രക്ചർ. എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് ഈ സ്ട്രക്ചർ എന്ന് പറയുന്നത്. വരയ്ക്കാനും ലേബൽ ചെയ്യാനും ഒക്കെ ചോദിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് സെൽ ബോഡിയാണ്. ഇതാണ് നമ്മുടെ സെൽ ബോഡി. സെൽ ബോഡിയുടെ വേറൊരു പേരാണ് സൈറ്റോൺ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു സെല്ലിന്റെ അകത്ത് ഒരു ആനിമൽ സെൽ എടുത്തു കഴിഞ്ഞാൽ സെൽ മെംബ്രെയിൻ കാണും, സൈറ്റോപ്ലാസം കാണും, അതുപോലെ തന്നെ ന്യൂക്ലിയസും സെൽ ഓർഗനൽസും ഒക്കെ കാണും. ഇതെല്ലാം നമ്മുടെ സൈറ്റോണില് ഇവിടെ കാണപ്പെടും. സെൽ ബോഡിയിൽ എന്തൊക്കെ കാണപ്പെടും? സെൽ മെംബ്രെയിൻ കാണപ്പെടും, സൈറ്റോപ്ലാസം കാണപ്പെടും, ന്യൂക്ലിയസ് കാണപ്പെടും, ആൻഡ് ഓൾസോ സെൽ ഓർഗനൽസും കാണപ്പെടും. ഈ സെൽ ബോഡി എന്ന് പറയുന്നത് ന്യൂറോണിന്റെ സെന്റർ ആണ് സെൽ ബോഡി എന്ന് പറയുന്നത്. അപ്പം ഈ സ്ട്രക്ചേഴ്സ് ഒക്കെ എവിടെ കാണപ്പെടും? സെൽ ബോഡിയിൽ കാണപ്പെടും. ഇത് നമ്മുടെ ന്യൂക്ലിയസ് ആണ്. നെക്സ്റ്റ് പോർഷനിലേക്ക് വരികയാണെങ്കിൽ നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഡെൻഡ്രോൺ ആണ്. ഡെൻഡ്രോൺ എന്ന് പറയുന്നത് സെൽ ബോഡിയിൽ നിന്ന് അറേഞ്ച് ചെയ്യുന്ന ഫൈബേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെൻഡ്രോൺ എന്ന് പറയുന്നത്. അതായത് സെൽ ബോഡിയിൽ നിന്നും ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്ന ഈ ഫൈബേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെൻഡ്രോൺ എന്ന് പറയുന്നത്. ഈ ഡെൻഡ്രോണിൽ നിന്ന് വരുന്ന ബ്രാഞ്ചസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെൻഡ്രൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഡെൻഡ്രൈറ്റ്സിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റിമുലസിനെ റിസീവ് ചെയ്യാനും അല്ലെങ്കിൽ ഒരു ന്യൂറോണിന് തൊട്ടടുത്തുള്ള ന്യൂറോണിൽ നിന്നും ഇമ്പൾസിനെ ഈ ന്യൂറോണിലേക്ക് എത്തിക്കുന്നതും എന്താണ്? ഈ ഡെൻഡ്രൈറ്റ് ആണ് ചെയ്യുന്നത്. അതായത് ഡെൻഡ്രൈറ്റ് ഇവിടെ നിന്ന് സ്റ്റിമുലസിനെ വാങ്ങിച്ച് അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ന്യൂറോണിൽ നിന്നും ഇമ്പൾസിനെ വാങ്ങിച്ചതിന് ശേഷം അതെന്ത് ചെയ്യും? ഡെൻഡ്രോണിലേക്ക് പാസ് ചെയ്യും. ഡെൻഡ്രോൺ എന്ത് ചെയ്യും? സെൽ ബോഡിയിലേക്ക് കൊടുക്കും. അതാണ് ഡെൻഡ്രൈറ്റിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സ്റ്റിമുലസിനെ റിസീവ് ചെയ്യുക അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ന്യൂറോണിൽ നിന്നും ഇമ്പൾസിനെ അല്ലെങ്കിൽ മെസ്സേജസിനെ റിസീവ് ചെയ്യുന്നതാണ് ഡെൻഡ്രൈറ്റിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഈ ഡെൻഡ്രൈറ്റ് ആ ഇമ്പൾസിനെ വാങ്ങിച്ച് അല്ലെങ്കിൽ ആ ഒരു മെസ്സേജിനെ വാങ്ങിച്ച് ഡെൻഡ്രോൺ വഴി സെൽ ബോഡിയിലേക്ക് എത്തിക്കും. ഓക്കെ, അടുത്ത പാർട്ടാണ് ആക്സോൺ. ആക്സോൺ ഈ ലോങ്സ്റ്റ് ഫൈബറിനെയാണ് എന്ത് പറയുന്നത്? ആക്സോൺ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഓൺ ഈ ആക്സോണിന് എന്തുണ്ട്? ബ്രാഞ്ചസ് ഉണ്ട്. ഈ ബ്രാഞ്ചസിനെയാണ് നമ്മൾ ആക്സോണൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആക്സോണൈറ്റ്സിന്റെ എഡ്ജ് പോർഷൻ അല്ലെങ്കിൽ ടിപ്പിലായിട്ട് എന്തുണ്ട്? സിനാപ്റ്റിക് നോബ് ഉണ്ട്. ഓക്കെ, ഈ നോബ് ബൾബ് ലൈക്ക് സ്ട്രക്ചർ ആണ്. അതിനാണ് നമ്മൾ സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത്. ഈ ബൾബ് ലൈക്ക് സ്ട്രക്ചറിൽ അതായത് ഈ നോബുകളിൽ എന്ത് കാണപ്പെടും? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് കാണപ്പെടും. ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ് കെമിക്കൽ മെസ്സേജസിനെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് തൊട്ടടുത്തുള്ള ന്യൂറോണിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് അസറ്റൈൽ കൊളൈൻ പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ ന്യൂറോണിന്റെ സ്ട്രക്ചർ എന്ന ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. നമ്മൾ സ്ട്രക്ചർ വരയ്ക്കാൻ പഠിച്ചിരിക്കണം, ലേബൽ ചെയ്യാനും പഠിച്ചിരിക്കണം. പാർട്സ് ഏതൊക്കെയാണ്? സെൽ ബോഡി, അഥവാ അതിന്റെ വേറൊരു പേരാണ് സൈറ്റോൺ, ഡെൻഡ്രോൺ, ഡെൻഡ്രൈറ്റ്സ്, ആക്സോൺ, ആക്സോണൈറ്റ് ആൻഡ് സിനാപ്റ്റിക് നോബ്. സെൽ ബോഡി എന്ന് പറയുന്നത് സൈറ്റോൺ എന്ന് പറയും. സെന്റർ ഓഫ് ദി ന്യൂറോൺ ആണ്. അതിന്റെ സെൽ മെംബ്രെയിൻ, സൈറ്റോപ്ലാസം, ന്യൂക്ലിയസ്, സെൽ ഓർഗൻസ് എല്ലാം കാണപ്പെടും. ഡെൻഡ്രോൺ എന്ന് പറയുന്നത് സെൽ ബോഡിനെ അറേഞ്ച് ചെയ്യുന്ന ഫൈബേഴ്സിനെയാണ് ഡെൻഡ്രോൺ എന്ന് പറയുന്നത്. ഡെൻഡ്രൈറ്റ്സ് എന്ന് പറയുന്നത് ഡെൻഡ്രോണിന്റെ ബ്രാഞ്ചസിനെയാണ്. ഇത് തൊട്ടടുത്തുള്ള ന്യൂറോണിൽ നിന്നുള്ള മെസ്സേജസിനെ റിസീവ് ചെയ്യുന്നത് ഈ ഡെൻഡ്രൈറ്റ്സ് ആണ്. ആ ഡെൻഡ്രൈറ്റ്സ് റിസീവ് ചെയ്ത് ഡെൻഡ്രോണിന് കൊടുക്കും, ഡെൻഡ്രോൺ റിസീവ് ചെയ്ത് സെൽ ബോഡിയിലേക്ക് കൊടുക്കും. അടുത്ത ആക്സോൺ ആണ്. ആക്സോൺ ലോങ്സ്റ്റ് ഫൈബർ ആണ്. ഈ സെൽ ബോഡിയിൽ വരുന്ന മെസ്സേജസ് ആക്സോൺ വഴിയാണ് പുറത്തേക്ക് പോകുക. ആക്സോണൈറ്റ് എന്ന് പറയുന്ന ആക്സോണിന്റെ ബ്രാഞ്ചസിനാണ് ആക്സോണൈറ്റ്സ് എന്ന് പറയുന്നത്. ഈ ആക്സോണൈറ്റ്സിന്റെ ടിപ്പിലായിട്ട് സിനാപ്റ്റിക് നോബ് കാണപ്പെടും. ബൾബ് ലൈക്ക് സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു നോബ് ലൈക്ക് സ്ട്രക്ചർ ആണ് സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത്. സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത് ഈ സിനാപ്റ്റിക് നോബിനുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് കാണപ്പെടും. ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് കെമിക്കൽ മെസ്സേജസിനെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ന്യൂറോണിലേക്ക് ആ കെമിക്കൽ മെസ്സേജസ് എത്തിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ന്യൂറോണിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്.